ഈ വണ്ടി സൂപ്പർ ഏസിന്റെ എഞ്ചിൻ ഇറക്കാണ്ടല്ല ഇത്രയും വർക്ക് ചെയ്തേക്കണേ. അതായത് വാൽവേർ അഴിച്ചേക്കണത് സംഭവിച്ചു എന്ന് പറയണം. ഇതൊക്കെ നിർത്തി ചെയ്യാൻ പറ്റുമെങ്കിൽ എഞ്ചിൻ പണിയാൻ സുഖമാണ്. ഇതിന് എന്തുകൊണ്ടാണ് വർക്ക്ഷോപ്പുകാര് ഈ വണ്ടി അവോയ്ഡ് ചെയ്യണത്? ഇത് എഞ്ചിൻ പണിയാൻ പറ്റില്ല, വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയണം. ഇതിന്റെ പാർട്സിന്റെ അവൈലബിലിറ്റി കുറവുള്ളതുകൊണ്ടായിരിക്കണം. ഈ പറഞ്ഞ രണ്ട് സാധനങ്ങൾ ഈ സൂപ്പറോയിലോ മാക്സിമോയിലോ പറ്റില്ല. ചെറിയ എഞ്ചിനൊക്കെയാ, പക്ഷെ അതിനകത്ത് നമുക്കൊരു പണി നടക്കൂല. ആകെ കൂടെ അഴിക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഇഞ്ചക്ടർ അഴിക്കാൻ പറ്റും. ഇഞ്ചക്ടർ ഗുഡ്സ് വണ്ടിയാണ് അഴിക്കാൻ പറ്റും. ഗിയർ ബോക്സിന്റെ ഫൗണ്ടേഷൻ പിടിച്ചിട്ട് അപ്പൊ എഞ്ചിൻ പുറത്തോട്ട് ഇങ്ങനെ മറയും. അപ്പൊ ഇഞ്ചക്ടർ ഉരുപ്പും. ഓൾട്ടർനേറ്റർ അഴിക്കാൻ പറ്റും, സ്റ്റാർട്ടർ അഴിക്കാൻ പറ്റും. ബാക്കി ഒരു പണിയും എഞ്ചിൻ ഇറക്കാണ്ട് എടുക്കൂല. പിന്നെ ഈ പറഞ്ഞ മാക്സിമം മിനിവാൻ ഉണ്ട്, അതിന്റെ ക്യാബ് പൊക്കാൻ മറക്കാനേ പറ്റില്ലല്ലോ. അതിന്റെ വെച്ചാൽ ഇഞ്ചക്ടർ അഴിക്കണമെങ്കിൽ തന്നെ എഞ്ചിൻ ഇറക്കണം. അങ്ങനെ ഒരുമാതിരി നൂലാമാല വണ്ടിയാണ് ഈ സൂപ്പറോയും മാക്സിമോയും. അങ്ങനെ വെച്ച് നോക്കുമ്പോ ഈ പറഞ്ഞ സൂപ്പർ ഏസ് പണിയാൻ എളുപ്പമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ലോക്കൽ വർക്ക്ഷോപ്പുകളെ ആൾക്കാര് ഇത് ഒഴിവാക്കണേ?